സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വന്ദേമാതരം ആലപിക്കാത്തതിൽ സംസ്ഥാന സർക്കാർ നിയമക്കുരുക്കിലേക്ക്. സർക്കാർ പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് BJP. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേമാതരത്തിനു നൽകുന്ന ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ രാജ്യസഭ ഈയിടെയാണ് പാസാക്കിയത്. ജനഗണമനയ്ക്കെന്ന പോലെ 3 വർഷം തടവോ പിഴയോ രണ്ടുമോ ലഭിക്കുന്നതാണ് ബില്ലിലെ മാറ്റം. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനം വന്ദേമാതരത്തെ ആദരിക്കുന്നതിന്റെ പ്രകടമായ ഉദാഹരണമായിരുന്നു. എന്നാൽ കേരളത്തിൽ വന്ദേമാതരാലാപനത്തിന് വിലക്കായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിലോ ജില്ലാതല പരിപാടികളിലോ വന്ദേമാതരം ആലപിച്ചില്ല. മുസ്ലിം ലീഗിന്റെയും ചില തീവ്ര സംഘടനകളുടെയും സമ്മർദ്ദം കൊണ്ടും അവരെ പ്രീണിപ്പിക്കാനുമാണ് VD സതീശൻ സർക്കാർ വന്ദേമാതരത്തിന് വിലക്കേർപ്പെടുത്തിയതെന്ന് BJP ആരോപിച്ചിരുന്നു. സംഭവത്തിൽ നിയമ നടപടിയെടുക്കുമെന്നും VD സതീശൻ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് വ്യക്തമാക്കി. അത് പാണക്കാട് നിന്നാണോ ജമാഅത്ത് ഇസ്ലാമി, SDPI, PFI കേന്ദ്രങ്ങളിൽ നിന്നാണോ ഈ നിർദ്ദേശം വന്നത്? ഇത് പരസ്യമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. അതുകൊണ്ട് UDF സർക്കാരിന്റെ ഈ ദേശവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ നിലപാടിനെതിരെ ഞങ്ങൾ നിയമപരമായ പോരാട്ടം നടത്തും. ഒരുപക്ഷെ മുഖ്യമന്ത്രി കോടതിക്ക് ഉത്തരം പറയേണ്ടി വരും. അധികാരത്തിലേറാൻ പിന്തുണച്ച തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാർലമെന്റ് പാസാക്കിയ നിയമം ലംഘിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് BJPയുടെ വാദം. ഇക്കാര്യത്തിൽ BJP നേതൃത്വം നിയമോപദേശം തേടിയിട്ടുണ്ട്. അതോടൊപ്പം UDFും LDFും മതമൗലികവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ നടപടിയെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും BJP കോപ്പുകൂട്ടുന്നു. ജനം, കൊച്ചി.